അങ്ങനെയാണെങ്കിൽ അടുത്ത കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും മരണപ്പെടാനിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് അത്. എൻ്റെ ഒരു കുടുംബക്കാരൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, എൻ്റെ ഉപ്പ മരണപ്പെട്ടിട്ടുണ്ട്, പക്ഷെ ആ ഉപ്പയെ ഞാൻ ചില ദിവസങ്ങളിലൊക്കെ സ്വപ്നത്തിൽ കാണുന്നുണ്ട്. എന്താണ് ഇതിന് കാരണം? എന്താണ് വ്യാഖ്യാനം ഇതിൻ്റെത്? നോക്കൂ, ഒരുപാട് ആളുകൾ കമൻറ്റിലൂടെ, പ്രത്യേകിച്ച് നമ്മുടെ സ്വപ്ന വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ട ചില വീഡിയോകളുടെ താഴെ കമൻറ്റിലൂടെ ചോദിക്കാറുണ്ട്, നമ്മൾ മരിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ മരിക്കുകയോ ഒക്കെ ചെയ്യുന്ന സ്വപ്നങ്ങൾ കണ്ടാൽ, മരണവുമായി ബന്ധപ്പെട്ട സ്വപ്നങ്ങൾ കണ്ടാൽ എന്താണ് അതിൻ്റെ വ്യാഖ്യാനം? നമുക്കൊന്ന് പരിശോധിച്ചാലോ? ഇത് എൻ്റെ ഒപ്പീനിയനല്ല, ഇത് മഹാന്മാരായ സ്വപ്ന വ്യാഖ്യാനം നടത്തപ്പെടുന്ന മഹാന്മാരായ പണ്ഡിതന്മാരുടെ കിതാബുകളിൽ നിന്നുള്ള കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. നോക്കൂ, നിങ്ങൾ മരണവുമായി പൊതുവെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു വ്യാഖ്യാനം, അവൻ്റെ ദീനിൽ വലിയ ന്യൂനത വരികയും, മരണവുമായി ബന്ധപ്പെട്ട സ്വപ്നങ്ങൾ ദീനിൽ ന്യൂനത വരികയും ദുനിയാവ് ഉയരുകയും ചെയ്യും എന്നുള്ളതിന് സൂചനയാണ് എന്നാണ്. ഇനി ഒന്നുകൂടി വ്യക്തമാക്കി പറയാം. ചില രൂപത്തിലുള്ള സ്വപ്നങ്ങൾ നമ്മൾ കണ്ടാലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാനൊന്ന് പറയാം. നമ്മുടെ നാട്ടിലെ ഒരു അധികാരി, ഒരു പ്രധാനപ്പെട്ടയാൾ, ഒരു ഭരണാധികാരി മരണപ്പെടുന്നത് നമ്മൾ സ്വപ്നം കണ്ടാൽ ആ നാടിന് എന്തോ ഒരു ആപത്ത് വരാനുണ്ട് എന്നതിനെ അറിയിക്കുന്നുണ്ട് എന്നാണ് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. മറ്റു നോക്കൂ, മരിച്ച ഒരു വ്യക്തി മരിച്ചു പോയിട്ടുണ്ട്, അയാൾ ഓൾറെഡി, അയാളെ വീണ്ടും നമ്മൾ സ്വപ്നത്തിൽ കാണുന്നു. അങ്ങനെയാണെങ്കിൽ അവൻ്റെ കുടുംബത്തിൽ ഒരു വിവാഹം നടക്കാനിരിക്കുന്നു. മരിച്ചവൻ വീണ്ടും മരിക്കുന്ന സ്വപ്നം കണ്ടാൽ അവൻ്റെ കുടുംബത്തിൽ ഒരു വിവാഹം നടക്കാനിരിക്കുന്നു എന്നതിനെ അത് അറിയിക്കുന്നുണ്ട്. അവൻ്റെ അടുത്ത കുടുംബത്തിൽ മരിച്ച ഒരു വ്യക്തി, പക്ഷേ അദ്ദേഹത്തെ അറിയില്ല നമുക്ക്. ആ അറിയാത്ത ഏതോ ഒരു വ്യക്തി, ഒരു മരിച്ച പക്ഷെ നമുക്കറിയില്ല, അങ്ങനത്തെ ഒരു വ്യക്തി വീണ്ടും മരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും മരണപ്പെടാനിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് അത്. മറ്റൊന്ന്, നമ്മൾ മരിക്കുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റൂമോ അല്ലെങ്കിൽ നമ്മുടെ മതിലുകളോ ഒക്കെ നശിക്കാൻ അത് കാരണമാകും, അതിന് സാധ്യതയുണ്ട് എന്നാണ് അതിനെ അറിയിക്കുന്നത്. മറ്റൊന്ന്, ഏതോ ഒരു സ്ത്രീ മരിക്കുന്ന സ്വപ്നം കണ്ടു. ഏതോ ഒരു സ്ത്രീ, നമുക്ക് ആ സ്ത്രീ ഒരു പരിചയവുമില്ല, ഒരു സ്ത്രീയാണ് മരിക്കുന്നത് കണ്ടു. എന്നാൽ ആ നാട്ടിൽ വരൾച്ചയുണ്ടാവാൻ കാരണമാകുന്ന എന്തോ നടക്കാൻ പോകുന്നു എന്നതിൻ്റെ സ്വപ്നമാണ് അത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. മറ്റൊന്ന്, മരണശേഷം ഒരാൾ ജീവിക്കുന്ന സ്വപ്നം കണ്ടു. അയാൾ വലിയ ധനികനാകാൻ സാധ്യതയുണ്ട് എന്നാണ്. നല്ല സ്വപ്നമാണത്. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ പാപങ്ങൾ പുറത്തു കൊടുത്ത് തൗബ സ്വീകരിക്കപ്പെട്ടു എന്നതിൻ്റെ ഒരു അടയാളമാണ് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചില ആളുകളൊക്കെ വലിയ വിഷമത്തിൽ ചോദിക്കാറുണ്ട്, ഞാൻ രോഗിയായി കിടക്കുകയാണ്, പക്ഷെ ഇന്നലെ സ്വപ്നം കൊണ്ട് ഞാൻ മരിക്കുന്നത്. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു എന്നർത്ഥം. അതായത് രോഗിയായി കിടക്കുന്നയാൾ മരിക്കുന്ന സ്വപ്നം കണ്ടാൽ രക്ഷപ്പെടും. അവരുടെ രോഗങ്ങൾ മാറാൻ അത് കാരണമാണ്. അതായത് അവരുടെ രോഗങ്ങൾ മാറാൻ പോവുകയാണെന്ന് സൂചനയാണത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതേപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത്തരം ഇനിയുമുണ്ട് മരിച്ചവരുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങൾ കിതാബിൽ പറയുന്നുണ്ട്. നമ്മുടെ വീഡിയോകൾ 3 മിനിറ്റ് ആയതുകൊണ്ട് നിർത്തുകയാണ്. മനസ്സിലാവാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ വീണ്ടും കേൾക്കുക. എന്നിട്ട് മനസ്സിലായില്ല എങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഇൻഷാ അല്ലാഹ് മറുപടി തരാൻ പരിശ്രമിക്കാം. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇതിനിടയ്ക്ക് സ്വപ്നവുമായി ബന്ധപ്പെട്ട വീഡിയോകളിലൊക്കെ നമ്മൾ പറയുന്നതാണ്, ഇത് കണ്ടാൽ ഇതുപോലെ നടക്കും എന്ന് 100% പറയാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് ആ കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കണം. സ്വപ്നം 3 തരമുണ്ട് എന്ന് പ്രത്യേകം നമ്മൾ പലപ്പോഴും പറയുന്നതാണ്. എല്ലാം അള്ളാഹുവിൽ നിന്നുള്ളതല്ല, പൈശാചികമായി ഉണ്ടാവുന്നുണ്ട്. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ചിലപ്പോൾ നമ്മൾ ആലോചിച്ച കാര്യങ്ങൾ നമ്മൾ സ്വപ്നത്തിൽ കാണാറുണ്ട്. അതൊന്നുമല്ല, യഥാർത്ഥ സ്വപ്നം കണ്ടാലുള്ള കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആ കാര്യം കൂടി ഇതിനോട് കൂട്ടിച്ചേർത്ത് വായിക്കണം. അസ്സലാമു അലൈക്കും.